തൻ്റെ അമ്മാവനെ ചതിച്ചു കൊന്ന ചന്തുവിനോട് പകരം ചോദിക്കാൻ ആരോമലുണ്ണി കണ്ണപ്പനുണ്ണിയുമായി കോലത്തിരി നാട്ടിലെത്തി. 11 വർഷമായി കേരള പോലീസ് സേനയുടെ ഭാഗമാണ് ഞാൻ. ഇപ്പോൾ തൃശ്ശൂർ സിറ്റിയിലെ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ CPO സതീഷ് ചന്ദ്രനാണ് ഞാൻ. കാഥികൻ മുഖത്തല സതീഷ് ചന്ദ്രൻ എന്ന പേരിൽ ഒരു കഥാപ്രസംഗകനായി അറിയപ്പെടാനാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത്. എന്താ അച്ഛനും മോളും തിരക്കിലാണോ? അല്ല, ഇതെന്താ ജുബയിലൊക്കെ? അല്ല, കഥാപ്രസംഗമല്ലേ, ഇതല്ലേ കോസ്റ്റ്യൂം? നീ ഇരിക്കും. അങ്ങനെ കഥാപ്രസംഗത്തിന് നിയതമായൊരു വസ്ത്രധാരണം ഉണ്ടോ? എൻ്റെ അറിവിലില്ല. നമ്മുടെ കഥാപ്രസംഗ കലയുടെ കുലപതിയായ V സാംബശിവൻ സാറിൻ്റെ എൻ്റെ ഓർമ്മയിൽ വളരെ 1-2 ചിത്രങ്ങളിൽ മാത്രമാണ് ജുബ്ബ കണ്ടിട്ടുള്ളത്. ജനതയ്ക്കു വേണ്ടി ജനത തൻ നാടിൻ്റെ ജയശംഖനാദം മുഴക്കാൻ. 1992 ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ഓണാഘോഷത്തിന് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഒരു കഥ അവതരിപ്പിക്കുന്നത്, ഒരു ഓണാഘോഷ പരിപാടി. ആ കഥ കേട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നി എനിക്കും പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. അന്ന് ആദ്യമായി 28ാം ഓണാഘോഷത്തിന് സർഗധാര എന്ന ക്ലബ്ബിലാണ് ഞാൻ കഥ പറയുന്നത്. മരണത്തിൻ മുന്നിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ടരുളി വീര സന്ദേശം. നമുക്കൊരു കലാപ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥനടുത്ത് ഇങ്ങനെ ഒരു കഥാപ്രസംഗ പരിപാടിക്ക് പോകണമെന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. തീർച്ചയായും പങ്കെടുക്കണം, നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അഭിമാനിക്കരുത് ഈ സേനയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത്. ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കലയാണ് കഥാപ്രസംഗം. പോലീസും അങ്ങനെയല്ലേ? കർണൻ അവരെ താങ്ങിപ്പിടിച്ച് തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. അമ്മ ജീവിതത്തിലാദ്യമായി പെറ്റമ്മയുടെ മുഖം കാണുന്നു, ജീവിതത്തിലാദ്യമായി പെറ്റമ്മയുടെ ചൂടറിയുന്നു. കഥാപ്രസംഗത്തിന് ഏറ്റവും നന്നായി നമ്മൾ ആസ്വദിക്കാൻ കഴിയുന്നത് ഈ വോയിസ് മോഡുലേഷനാണ്. ആയുധപന്ത്യത്തിൽ ഞാൻ പങ്കെടുക്കാൻ വന്ന ദിവസം അന്ന് കൃപാചാര്യൻ എന്നോട് ചോദിച്ചു, നിന്റെ ജാതി ഏത്? നീ ഏത് രാജകുടുംബത്തിൽ പറഞ്ഞതാണ്? അർജുനനോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്താണ് യോഗ്യത? ശബ്ദത്തിന് ഭയങ്കര ഒരു ബാസാണ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, ഇതേ ശബ്ദത്തിലായിരിക്കും ഇനി ഞാൻ കേൾക്കുന്നത്. പിന്നീട് കലാകാരന്മാരെല്ലാം സരസന്മാരാണല്ലോ. കഥകൾ കൈമാറുന്നു, പുതിയ കഥാഖ്യാനങ്ങൾ പിറക്കുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ചങ്കുറപ്പോടെ വെല്ലുവിളിച്ചൊരു ധീരൻ, ആസാദ്, ചന്ദ്രശേഖർ ആസാദ്. കഥാപ്രസംഗത്തിൻ്റെ ശതാബ്ദി വർഷമാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളിലാകട്ടെ, V സാംബശിവൻ അനുസ്മരണമാകട്ടെ, മറ്റെല്ലാ പരിപാടികൾക്കും കൊല്ലത്തേക്കാണ് എത്താറുള്ളത്. കാരണം കൊല്ലം കഥാപ്രസംഗത്തിൻ്റെ ഈറ്റില്ലമാണ്. ഒരു ദിനം ഇവിടെ കൊഴിയുന്നു 1000 പേരലയുമ്പോ. കാക്കിക്കുള്ളിൽ കലയുണ്ട്, ഇവിടെ കലയിൽ കഥയുണ്ട്, കഥയ്ക്കൊത്ത പാട്ടുണ്ട്. കാഥികൻ CPO സതീശ് ചന്ദ്രനും ക്യാമറാമാൻ നെല്ലി മുരുകനുമൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.